ನಮ್ಮ ಮುಂದೆ ವಿಜಯನ್ ಅಂತ ಇದ್ದಾರೆ. ಅವರು ತಾಯಂಬಕಂ ಕಲೆಯಲ್ಲಿ ಬಹಳ ಪ್ರಾವೀಣ್ಯತೆ ಹೊಂದಿದವರು. ಸದ್ಯ ಬದಿಯಡ್ಕ ಸಮೀಪ ವಾಸ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಮೂಲತಃ ನೀಲೇಶ್ವರರು. ಇಲ್ಲಿ ಅವರ ಬಗ್ಗೆ ನಾನು ಮಾತಾಡೋದು ಯಾಕೆಂದರೆ ಬದಿಯಡ್ಕ ಸಮೀಪದ ಹುಡುಗ ಪ್ರಣವ್ ಐಲ್ಕುಂಜೆ, ಈ ಹುಡುಗನಿಗೆ ಇವರು ತಾಯಂಬಕಂ ಕಲೆಯನ್ನು ಕಲಿಸ್ತಾ ಇದ್ದಾರೆ. ಅದರ ಒಂದು ವಿಷಯ, ತಾಯಂಬಕ ಅಂದರೆ ಏನು ಅಂತ ಅವ್ರ ಹತ್ರನೇ ಕೇಳಿಕೊಳ್ಳೋಣ. ಆ ಕಲೆಯ ಒಂದು ಮೂಲಭೂತ ಹಿನ್ನೆಲೆಯನ್ನು ಅವ್ರ ಹತ್ರ ಕೇಳ್ತೇನೆ. സർ, ഈ തായമ്പക എന്ന് പറഞ്ഞാൽ എന്താ? തായമ്പക എന്ന് പറഞ്ഞാൽ ചെമ്പട താളത്തിലാണ് തായമ്പക കൊട്ടുന്നത്. ഇത് ചെണ്ട കലാകാരൻ്റെ കഴിവ് തെളിയിക്കുന്ന ഇതാണ് തായമ്പക. അവന് എത്രത്തോളം കഴിവുണ്ടെന്ന് തെളിയിക്കാനുള്ള ഇതാണ് ചെമ്പടവട്ടം, കൂറ്, ഇടവട്ടം, ഇടനില, ഇരികിട, ഇങ്ങനെ 5 ഭാഗങ്ങളാണ് തായമ്പക്കുള്ളത്. തുടർച്ചയായ ക്ലാസ് എടുക്കുന്നതാണെങ്കിൽ 3 മാസം കൊണ്ട് പഠിച്ചെടുക്കാം. 3 മാസം കണ്ടിന്യൂ ആയിട്ട് അഭ്യാസം ചെയ്യുന്നതാണെങ്കിൽ സാധകം, തക്കിട്ട, തരികിട, സാധകം ചെയ്യണം രാവിലെ 2 മണിക്കൂർ. അങ്ങനെയാണ് ഇതിൻ്റെ ചിട്ടവട്ടങ്ങൾ. അപ്പോൾ ഈ പ്രണയിന് എങ്ങനെ അതിൽ ഒരു ഇൻട്രസ്റ്റ് വന്നു? പ്രണയ്, ഞാൻ അകൽപ്പാടി ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിലെ സ്റ്റാഫാണ്. അവിടുത്തെ വാദ്യം കൈകാര്യം ചെയ്യുന്ന ആളാണ്. അവിടെ ഉത്സവത്തിന് ചെറുപ്പത്തിലെ ഉത്സവം കാണും, 6 ദിവസം ഉത്സവം. അങ്ങനെ വിളിച്ചേണ്ട കുറേ പേര് കൊട്ടുന്നത് കണ്ട് ആണ് ഇൻട്രസ്റ്റ് തോന്നിയത്. ചെറുപ്പത്തിൽ 4ാം ക്ലാസ് മുതലേ എന്നോട് അവരുടെ അച്ഛൻ പറയുന്നുണ്ട് പഠിപ്പിക്കണം. ഞാൻ കുറച്ച് വലുതാവട്ടെ, ഞാനിപ്പോൾ 7ാം ക്ലാസ്സിലായി. അങ്ങനെ ആഴ്ചയിൽ 2 ക്ലാസ്സുകൾ കിട്ടുന്നുള്ളൂ. ശനി ഞായർ സ്കൂളിൽ പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ 1 വർഷത്തോളമായി. നമ്മൾ ചില ദിവസം ആഴ്ചയിൽ 1 ക്ലാസ് കിട്ടും. അങ്ങനെ പഠിപ്പിച്ചു. അകൽപ്പാടി അമ്പലത്തിൽ നിന്ന് ഇറങ്ങറ്റം കഴിഞ്ഞു. അപ്പോൾ ആർക്കും പഠിക്കാം തായമ്പക എന്ന് പറയുന്നത്? തായമ്പക ആർക്കും പഠിക്കാം. പ്രായഭേദമന്യേ ആർക്കും പഠിക്കാം തായമ്പക. പെൺകുട്ടികൾക്കും പഠിക്കാം, ആൺകുട്ടികൾക്കും പഠിക്കാം. സാർ ഒരു നമ്പർ കഴിയുമോ? മൊബൈൽ നമ്പർ എത്ര? എൻ്റെ നമ്പർ 96 56 11 33 92. അപ്പോൾ പ്രണയിന് എങ്ങനെ, എൻ്റെ ഒരു നാച്ചുറലായിട്ട് ഒരു സ്കില്ലുണ്ടോ? ഉണ്ട്, അവർ നല്ല കഴിവുണ്ട്. താളബോധവും എല്ലാം ഉണ്ട്. പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാക്കാൻ മെമ്മറി പവറുകളൊക്കെ ഉണ്ട്. ഇനിയും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇറങ്ങിയിട്ട് കഴിഞ്ഞാലും ചെണ്ടയുമായിട്ട്. പഠിക്കുന്ന സമയത്ത് നമ്മൾ കല്ലിലാണ്, കരിങ്കല്ലിലും പുളിമുട്ടിയാണ്, പുളീൻ്റെ വടിയിലാണ് പഠിക്കൽ. പഠിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം ലൂസാക്കിയ ചെണ്ടയിൽ പ്രാക്ടീസ് ചെയ്യും. അരങ്ങേറ്റത്തിന് മാത്രമാണ് ചെണ്ടയിൽ കൊട്ടുന്നത്. അരങ്ങേറ്റം കഴിഞ്ഞാലേ ചെണ്ടയിൽ കൊട്ടാം. സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ഉണ്ട്. നേരമായിട്ട് ഇനി പറയാൻ അല്ല സ്റ്റെപ്പ് ഉണ്ട്. ആദ്യമെല്ലാം കരിങ്കല്ലിലാണ്. കരിങ്കല്ലിൽ പുളിയുടെ വണ്ണത്തിലുള്ള കൈ കൊണ്ട് നല്ലോണം മറിക്കണം. തക്കിട്ട, തരികിട, സാധനം ചെയ്യണം. അങ്ങനെയെല്ലാം ഇതിൻ്റെ രീതിയിൽ സിസ്റ്റം ഉണ്ടല്ലോ. അതിന് സ്കൂളൊന്നും പഠിപ്പിക്കുന്ന സ്കൂളൊന്നും ഇല്ലല്ലേ? സ്കൂളൊന്നും. കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. സദനം, കലാമണ്ഡലം, ചെണ്ടേൻ്റെ സ്പെഷ്യൽ കഥകളി ചെണ്ട വേറെ. ഇത് ചെണ്ടയിൽ തന്നെ വരുന്നല്ലേ തായമ്പകം? അതെ, തായമ്പക ചെണ്ടേൻ്റെ വിഭാഗമാണ്. ഒരു കയ്യിൽ തട്ടുന്നല്ലേ? പിന്നെ ഒരു തായമ്പക കൊട്ടുന്ന ഒരു കൈ മേൽ കോലും, ഇടത് കൈ കൊണ്ടും. മേളങ്ങളാണ് 2 കോലെടുത്ത് മേളങ്ങൾ പലവിധ മേളങ്ങളുണ്ട്. ഇതെല്ലാവരും കൂടുതൽ തായമ്പകത്തിന്റെ സ്പെഷ്യാലിറ്റി ഒരു കയ്യിൽ ഇങ്ങനെ തട്ടുന്നല്ലേ? ഒരു കൈ മാത്രമാണ് കോല്. ഒരു കൈയും ഒരു കോലും ഒരു കൈയും. അതാണ് തായമ്പക. താളം പിടിക്കാൻ ആൾക്കാരുണ്ടാവും. താങ്ക്സ്. ഓക്കെ.